ഒരു വലിയ ആൽമരത്തിൽ നിറയെ പ്രാവുകൾ കൂടുകൂട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരുമയോടെ സ്നേഹത്തോടെയാണ് അവിടെ കഴിഞ്ഞിരുന്നത്. ആ കൂട്ടത്തിൽ വിവേകിയും അറിവുമുള്ള ഒരു വയസ്സൻ പ്രാവും ഉണ്ടായിരുന്നു. എല്ലാവരും ആ പ്രായമുള്ള പ്രാവിനെ അപ്പുപ്പൻ പ്രാവേ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ഒരു ദിവസം പ്രാവുകളെല്ലാം ഭക്ഷണം തേടി പുറത്തു പോകാൻ തീരുമാനിച്ചു. ആൽമരത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള വയലിൽ നല്ല വിളഞ്ഞ നെൽക്കതിരുകൾ നിറഞ്ഞു കിടക്കുന്നത് അവർ കണ്ടിരുന്നു. നമുക്ക് ഈ അടുത്തുള്ള വയലിലേക്ക് പോകാം, അവിടെ നിറയെ നെന്മണികളുണ്ട്, അധികം പറന്ന് വിഷമിക്കണ്ടല്ലോ, ഒരു പ്രാവ് പറഞ്ഞു. എല്ലാവർക്കും ആ അഭിപ്രായം ഇഷ്ടപ്പെട്ടു. പക്ഷേ അപ്പുപ്പൻ പ്രാവ് തലയാട്ടി അവരെ വിലക്കി. വേണ്ട മക്കളെ, അങ്ങോട്ട് പോകരുത്. എനിക്കെന്തോ അപകടം മണക്കുന്നുണ്ട്. കുറച്ചു മുൻപ് ഞാനൊരു വേട്ടക്കാരനെ ആ ഭാഗത്ത് കണ്ടിരുന്നു. ഇത്രയും അടുത്ത് ഇത്രയും നെന്മണികള് കൺമുന്നിലുള്ളപ്പോ വെറുതെ എന്തിനാണ് വിഷമിക്കുന്നത് അപ്പൂപ്പ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രാവുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അവർ ആ വയലിലേക്ക് പോകാൻ നിർബന്ധം പിടിച്ചു. മറ്റു വഴികളില്ലാതെ മനസ്സില്ലാ മനസ്സോടെ അപ്പുപ്പൻ പ്രാവും അവരോടൊപ്പം വയലിലേക്ക് പറന്നു. പ്രാവുകൾ കൂട്ടത്തോടെ വയലിൽ പറന്നിറങ്ങി. നല്ല വിശപ്പുള്ളത് കൊണ്ട് അവർ വേഗം തന്നെ നെന്മണികൾ കൊത്തി തിന്നാൻ തുടങ്ങി. സന്തോഷത്തോടെ അവർ ഓരോ നെന്മണിയും കഴിച്ചു. അയ്യോ, എന്റെ കാല് കുടുങ്ങിയല്ലോ, ഒരു പ്രാവ് നിലവിളിച്ചു. എനിക്ക് പറക്കാൻ പറ്റുന്നില്ല, എന്റെ കാലും എന്തിലോ കുടുങ്ങി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, വേട്ടക്കാരൻ വിരിച്ച വലയിൽ അവരെല്ലാം കുടുങ്ങിയിരിക്കുന്നു. അവർക്ക് എത്ര ശ്രമിച്ചിട്ടും വലയിൽ നിന്ന് പറന്നുയരാൻ കഴിഞ്ഞില്ല. ഭയന്ന് വിറച്ച പ്രാവുകൾ കൂട്ടമായി നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ അപ്പുപ്പ, ഞങ്ങളെ സഹായിക്കൂ, രക്ഷിക്കണേ. അവർ അപ്പുപ്പൻ പ്രാവിനോട് സഹായത്തിന് അപേക്ഷിച്ചു. അപ്പുപ്പൻ പ്രാവ് ഭയപ്പെട്ടില്ല. അദ്ദേഹം സമാധാനത്തോടെ പറഞ്ഞു, ആരും പേടിക്കരുത്. എല്ലാവരും ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. എല്ലാവരും അനങ്ങാതെ കണ്ണടച്ച് ശ്വാസമടക്കി മരിച്ചതുപോലെ കിടക്കണം. അതിനിടയിൽ വടി ഊന്നി വേട്ടക്കാരൻ വയലിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. പ്രാവുകളെ വലയിൽ കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. വേട്ടക്കാരൻ അടുത്തെത്തി പ്രാവുകളെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എല്ലാം അനക്കമില്ലാതെ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു. അയാൾ നിരാശയോടെ പിറുപിറുത്തു. പിന്നീട് അയാൾ വലയുടെ കുടുക്കുകൾ ഓരോന്നായി അഴിച്ചെടുത്ത് ഓരോ പ്രാവിനെയും നിലത്തിടാൻ തുടങ്ങി. അവസാനത്തെ പ്രാവിനെയും അയാൾ കുടുക്കഴിച്ചെടുത്ത് പാത്രത്തിലിടാനായി കയ്യിലെടുത്ത സമയം വേട്ടക്കാരൻ അടുത്തു വെച്ചിരുന്ന പാത്രമെടുക്കാൻ പോയ ആ ചെറിയ ഇടവേളയിൽ അപ്പുപ്പൻ പ്രാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, പറക്കൂ, എല്ലാവരും ഒരുമിച്ച്. അപ്പുപ്പൻ പ്രാവിന്റെ ശബ്ദം കേട്ടതും ഒരു നിമിഷം പോലും വൈകാതെ എല്ലാ പ്രാവുകളും ഒരേപോലെ ഒരേ ദിശയിലേക്ക് ശക്തിയായി പറന്നുയർന്നു. നിമിഷങ്ങൾക്കകം അവർ വേട്ടക്കാരന്റെ കയ്യെത്തും ദൂരത്തിന് മുകളിലൂടെ ആകാശത്തേക്ക് പറന്നുയർന്നു. ഈ കാഴ്ച കണ്ട് അമ്പരന്നു പോയ വേട്ടക്കാരൻ ഇളിഭ്യനായി വായും പൊളിച്ച് അവരെ നോക്കി നിന്നുപോയി. ആകാശത്തിലൂടെ സന്തോഷത്തോടെ പറക്കുമ്പോൾ എല്ലാ പ്രാവുകളും ഒരേ സ്വരത്തിൽ അപ്പുപ്പൻ പ്രാവിനോട് മാപ്പ് ചോദിച്ചു. അപ്പൂപ്പ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇനി ഒരിക്കലും അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ അനുസരിക്കാതിരിക്കില്ല. ഇത് കേട്ട് അപ്പുപ്പൻ പ്രാവ് സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. അപ്പോ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് വലിയ പ്രശ്നത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായില്ലേ? അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.